കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ, കഴിഞ്ഞ 15 ദിവസങ്ങളിലായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു വരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സമാപന ചടങ്ങാണ് ഇനി. സമാപന ചടങ്ങിൽ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ വിലയിരുത്തലും മറ്റും പറയുന്നതിനു വേണ്ടി ആമുഖ ഭാഷണത്തിനായി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആരാധ്യനായ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയമുള്ള ഭക്തജനങ്ങളെ, കഴിഞ്ഞ 17 ദിവസമായി നമ്മൾ ആരംഭിച്ച ഒരു മഹായജ്ഞത്തിൻ്റെ പര്യവസാനമാണ് ഇപ്പോഴിവിടെ സമാഗതമായിരിക്കുന്നത്. ഗുരുവായൂരിൻ്റെ യശസ് വിശ്വത്തോളം ഉയർത്തിയ ഒരുപാട് മഹാരഥന്മാരുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുണ്ട്, പൂന്താനമുണ്ട്, കുറൂരമ്മയുണ്ട്. അതിൻ്റെ ഇങ്ങേ തലയ്ക്കിൽ നമുക്കേവർക്കും അഭിമാനമായി വർത്തിക്കുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുണ്ട്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഗാനാർച്ചന നടത്തി തുടങ്ങി 1976 മുതൽ 75 മുതൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം ഗുരുവായൂർ ദേവസ്വം തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവം 50ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ ഗായകരുടെ പങ്കാളിത്തം കൊണ്ടും സഹകരണം കൊണ്ടും ഇവിടെ എത്തിച്ചേർന്ന സംഗീത വിദ്വാൻമാരുടെ പെരുമ കൊണ്ടും ഒക്കെ ഇത്തവണത്തെ സംഗീതോത്സവം ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ഗുരുവായൂർ ഭരണസമിതിക്ക് അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചത് ഇവിടെ ഇതിനുവേണ്ടി അഹോരാത്രം കഴിഞ്ഞ ജൂലൈ മാസം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബ് കമ്മിറ്റിയിലെ അംഗങ്ങളും ഇവിടുത്തെ ജീവനക്കാരും ഒക്കെയാണ്. അവരുടെ അക്ഷീണമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ 15 ദിവസമായി നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗീത വിരുന്ന്. ചെമ്പൈ സംഗീതോത്സവം തത്സമയം ദേവസ്വം യൂട്യൂബ് ചാനലിൽ നൽകിയത് ഗുരുവായൂർ ഓൺലൈൻ എന്ന സ്ഥാപനമാണ്. ഗുരുവായൂർ ഓൺലൈനിന്റെ പ്രധാന പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ രഞ്ജിത്തിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസമായി ചെമ്പൈ സംഗീതോത്സവം ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരിലേക്ക് എത്തിച്ചത് ശ്രീ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുരുവായൂർ ഓൺലൈൻ പ്രവർത്തകരാണ്. ആദരപൂർവ്വം അവരെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനായ ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ കെ പി വിശ്വനാഥൻ അവരെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ വർഷത്തെ ചെമ്പൈ സംഗീതോത്സവം ദേവസ്വം ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകരിൽ എത്തിക്കുന്ന പ്രവൃത്തി വഴിപാടായി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഗുരുവായൂർ ഓൺലൈൻ കോം മാനേജ്മെന്റിനും പ്രവർത്തകർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.